എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പല ആവശ്യങ്ങൾക്കും പല രോഗങ്ങൾക്കും മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ ഉല്ലാസ് എന്ന ലേഖകൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വളരെ ഗൗരവമുള്ള റിപ്പോർട്ടാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഇത് അറിയണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവന് തന്നെയാണ് ഭീഷണി. അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക, ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഗുണനിലവാരമില്ല, വാങ്ങുന്നതെല്ലാം മരുന്നല്ല, പിടിച്ചെടുത്തത് 5.2 കോടി രൂപയുടെ മരുന്ന്, പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനും. ഇങ്ങനെയുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് മനോരമ പത്രത്തിൽ AS ഉല്ലാസ് എന്ന റിപ്പോർട്ടർ ഈ ന്യൂസ് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, പിടിച്ചെടുത്തത് 5 ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല, അതുകൂടി ലഭ്യമാകുകയാണ് എങ്കിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. സർക്കാർ മരുന്നിലും നിലവാരം ഇല്ലാത്തവ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. വിവരാവകാശത്തിന് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുണ്ട്. അപ്പോ വിശദമായിട്ട് നോക്കുകയാണ് എങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്. 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് 5.2 കോടി രൂപയുടെ ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ. വല്ലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പ് എങ്കിൽ നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് വിപണിയിൽ ഉണ്ട് എന്നാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. മറ്റു 9 ജില്ലകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ മരുന്നു വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും. വൈറൽ പനി, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തത് കാരണമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. നിലവാരം ഇല്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്നുകളുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 2004 പ്രമേഹം, തലകറക്കം, വെർട്ടിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത 4.39 കോടി രൂപയുടെ മരുന്ന് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഏകദേശം 24,000 മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇവയിൽ പരിശോധന നടത്താൻ ആകെ ഉള്ളത് 50ഓളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ്. പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിലൊരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം. പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റ് കഴിയും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കണക്കിന് മരുന്ന് കമ്പനികളാണ് കേരള വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത്. പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട്. കോട്ടയത്ത് മാത്രം 67 ഇനം മരുന്നുകളാണ് ഗുണനിലവാരം ഇല്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത്. പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി പിടിച്ചെടുത്ത മരുന്നുകളുടെ പേരാണ് ഇനി പറയുന്നത്. അറ്റോർവാസ്റ്റാറ്റിൻ, ഇത് കൊളസ്ട്രോളിനുള്ള മരുന്നാണ്. രക്തസമ്മർദ്ദത്തിനുള്ള ക്ലോണിഡിൻ, വെർട്ടിഗോ, തലകറക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ബീറ്റ ഹിസ്റ്റീൻ എന്ന മരുന്നും ആസ്മ, അലർജി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മോണ്ടിലുക്കാസ് ലുക്കോട്രിൻ എന്ന മരുന്നും ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തി. ആന്റിബയോട്ടിക്കായ ഓഫ്ലക്സാക്സിൻ, രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആക്സ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, നെഞ്ചിരിച്ചിലിനും ഗ്യാസിനും ഉപയോഗിക്കുന്ന റാബിപ്രസ്റ്റോൾ, ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന ഐസോസോർബൈഡ് ഡെനിട്രേറ്റ്, നിക്കോറാൻസിൽ, അൾസമൈസിന് ഉപയോഗിക്കുന്ന ഡോണപൈസിൽ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്പിറൈഡ്, ഛർദിക്ക് ഉപയോഗിക്കുന്ന ഓൺട്രാൻസെൻട്രോൺ, ഗ്യാസ്ട്രോക്ക് ഉപയോഗിക്കുന്ന പാൻഡോപ്രസോൾ എന്നിങ്ങനെ പോകുന്നു. ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇവ പലതും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ്. നിലവിൽ 5 ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റുള്ളവിടത്ത് പരിശോധന കൃത്യമല്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ ലഭ്യമല്ലാത്തത്. കോട്ടയത്ത് 16.08 ലക്ഷം രൂപയുടെ മരുന്നും പാലക്കാട് 4.40 കോടി രൂപയുടെ മരുന്നും തിരുവനന്തപുരത്ത്
25.15 ലക്ഷം രൂപയുടെ മരുന്നും ഇടുക്കിയിൽ 24.73 ലക്ഷം രൂപയുടെ മരുന്നും തൃശൂരിൽ 11.14 ലക്ഷം രൂപയുടെ മരുന്നും കുറഞ്ഞ പരിശോധനയിൽ പിടിച്ചെടുത്തു. കൂടുതൽ പരിശോധന നടത്തുകയാണ്. കണക്കുകൾ ഇവിടെ നിന്നും വിടും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് 24,000-ഓളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ 50-ഓളം ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.